പവർ ലിഫ്റ്റിംഗ് എല്ലാം ചെയ്തൊരു സ്റ്റേജാണിത്. പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. എൻ്റെ ലെഫ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോയതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസിൽ ലാൻഡ് ചെയ്തത്. രണ്ടാമത്തെ ദുരന്തം ഇവിടെ തന്നെയാണ്. കല്യാണം കഴിച്ചതും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് തൃശ്ശൂരുകാരൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതും തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പം ഞാൻ അഡീഷണൽ കമ്മീഷണർ കൊച്ചി, തൃശ്ശൂർ ഈസ് ഓൾസോ അണ്ടർ മൈ ജൂറിസ്ഡിക്ഷൻ. ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ടിനിച്ചേട്ടനുണ്ട്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ പല വേദികളിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. പലർക്കും ഞാൻ സ്പോർട്സുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുന്നു. ഇവരെ ഇവിടെ ഫുട്ബോളിൽ വിളിച്ചത് ആകൃതി പ്രകാരമാണോ എന്ന് പോലും സംശയിച്ചവരുണ്ടാവും. പണ്ടൊരു സ്പോർട്സുകാരനായിരുന്നു, ഇപ്പൊ കണ്ട ലുക്കില്ലെന്നേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇവിടെ വലിയ ഇപ്പൊ ഇന്നലത്തെ ചടങ്ങിലും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വരാം, മാത്യു ചേട്ടനോട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇന്നലത്തെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ കളർഫുൾ ഈ പരിപാടി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് തൃശ്ശൂരിന്റെ ഒരു വൈബ് കൂടിയത് കൊണ്ടാവാം.